നമസ്കാരം, എല്ലാവർക്കും RRB ഗ്രൂപ്പ് ഡിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വന്ദേ ഭാരത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വന്ദേ ഭാരത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. RRB ഗ്രൂപ്പ് ഡി 2025 എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ വന്ദേ ഭാരത് എന്ന് ഉറപ്പാണ്. അപ്പോൾ വന്ദേ ഭാരതിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലേക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ വന്ദേ ഭാരത്. അപ്പോൾ വന്ദേ ഭാരത് എന്ന് പറയുന്നത് മുൻപ് അതിൻ്റെ പേര് ട്രെയിൻ 18 എന്നായിരുന്നു. അപ്പോൾ അത് പിന്നീടാണ് വന്ദേ ഭാരത് എന്ന് മാറ്റിയത്. ഓക്കെ, അപ്പോൾ 2023 ഏപ്രിൽ 25 കേരളത്തിലേക്ക് വന്ദേ ഭാരത് ടേക്ക് ഓഫ് ചെയ്തത്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ അറിയാത്തവർ അതൊന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 2023 ഏപ്രിൽ 25 കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് ടേക്ക് ഓഫ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് പോകുന്നതാണ്. വന്ദേ ഭാരതിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ നിങ്ങൾക്ക് ഞാൻ തരാം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ RDSO രൂപകൽപ്പന ചെയ്ത പേരമ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി നിർമ്മിച്ച പ്രത്യേക തീവണ്ടികൾ ഏവ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കൺഫേമായിട്ട് അത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനാണിത്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന തീവണ്ടി ഏത്? അതിൻ്റെ ആൻസർ വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്ന് അറിയപ്പെട്ടിരുന്ന തീവണ്ടി ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ഓക്കെ, ആ ക്വസ്റ്റ്യനും എല്ലാവരും ക്യാച്ച് ചെയ്തെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2019 ഫെബ്രുവരി 15 ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ്? ന്യൂഡൽഹി, വാരണസി. അപ്പോൾ ഇതൊരു കണക്ഷനായിട്ട് ഓർത്ത് വെക്കുക. ന്യൂഡൽഹി എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപിറ്റലാണ്, അതായത് ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പോൾ അതും ഒന്ന് കണക്ട് ചെയ്യുക. വാരണസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ PM പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മത്സരിച്ചത് വാരണസിയിൽ നിന്നാണ്. അപ്പോൾ അത് രണ്ടുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, ന്യൂഡൽഹി, വാരണസി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഹ്രസ്വദൂര അതിവേഗ തീവണ്ടി സർവീസ് ഏത്? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം, കാസർഗോഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ എത്രാമത്തെയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 15ാമത്തെയാണ്. റാങ്ക് ഫയലിലൊക്കെ 15 എന്നാണുള്ളത്. ഇതിൻ്റെ കറക്റ്റ് എനിക്ക് തോന്നുന്നതും 15 എന്നാണ്. അതായത് ഒഫീഷ്യൽ സൈറ്റ്, റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റിലും 15 എന്നാണ്. ഇതിൻ്റെ മുന്നിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഓപ്ഷൻസിൽ 15 ഉണ്ട്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, 15 കുത്തുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയാണ് വന്ദേ ഭാരതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഏപ്രിൽ 25 അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഏപ്രിൽ 25 ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് വന്ദേ ഭാരതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത RRB ഗ്രൂപ്പ് ഡി 2025 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ചേരുന്നു. താങ്ക് യു.